സയോണും വീട്ടിൽ നിന്നും ഇറങ്ങി കഴിയുമ്പോഴത്തേക്കുമായിരുന്നു ഹീച്ചൊരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവനും ഫോൺ എടുത്തതിന് ശേഷം നമ്മൾ തമ്മിൽ ഒരുപാട് തവണയൊക്കെ ഇതുപോലെ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിന്നെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ എനിക്ക് അറിയിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് പരസ്പരം ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അതിനുള്ള മറുപടിയാകട്ടെ സത്യസന്ധമായിട്ട് മാത്രം നൽകണം. നിനക്കും അതിന് സമ്മതമാണോ എന്ന് സയോണും ഹീജുവിന്റെ അടുത്ത് ചോദിക്കുന്നു. ഹീജുവും അതിനോടൊക്കെ തന്നെ യോജിക്കുന്നു. നീ ഹീജോനെയും ഹീജുവിന്റെ അച്ഛനെയും അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിന്റെ ഒപ്പം നിൽക്കുവാനായിട്ട് ഹീജു സമ്മതിക്കുകയില്ല. സോ നീയും ഹീജുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ എന്ന് സയോൺ ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നുവെന്നും ഉണ്ടായിരുന്നില്ല എന്നും വിചാരിച്ചു എന്നൊരു മറുപടിയൊക്കെ ഹീജുവും കൊടുക്കുന്നു. വിവാഹത്തിന് തലേദിവസം ഇനയോട് സംസാരിച്ചപ്പോഴത്തേക്കും ഇനേനെ വിടാമെന്നും അതിന് പകരമായിട്ട് ഹീജുനെ വേണമെന്നും ആയിരുന്നോ നീയും ഇനയുടെ അടുത്ത് സംസാരിച്ച് ഡീലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹീജു ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുകയാണ്. സയോണും രാത്രിയിൽ സ്വപ്നമൊക്കെ കണ്ട് എണീക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്നും അവനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹീജുവിന്റെ വീടിനൊക്കെ മുമ്പിലെത്തി കഴിയുമ്പോഴത്തേക്കും ഹീജുവും സൈൻ ലാംഗ്വേജ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതായിരുന്നു അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ നിന്റെ ഒപ്പം തന്നെ ഉണ്ട്, എല്ലാം ശരിയാകുമെന്നൊക്കെ ഹീജു സൈൻ ലാംഗ്വേജിൽ ചെയ്യുന്നതെല്ലാം തന്നെ അവനും നോക്കി അതേ രീതിക്ക് തന്നെ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. സയോണും ഇപ്പോൾ ഹീജുവിന്റെ അടുത്തൊക്കെ പറയുകയാണ്. പണ്ട് സ്വപ്നമൊക്കെ കണ്ട് ഞെട്ടി എണീറ്റിട്ടുണ്ടായിരുന്ന ഞാനും അടുത്ത വീടിന് മുമ്പിലൊക്കെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ജനൽ വഴി ഒരു പെൺകുട്ടി സൈൻ ലാംഗ്വേജ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ പോലും അറിയാതെ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന എനിക്കും ഒരുപാട് സന്തോഷമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്റെ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് അവൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവൾക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൾക്ക് അവൾ താമസിച്ച വീട് ജയിൽ പോലെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ അവിടെ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം ഫ്രീ ആയിട്ടൊക്കെ ജീവിക്കുവാനായിട്ട് അനുവദിക്കണമെന്നായിരുന്നു ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾക്ക് അവളുടെ വീട്ടിൽ അനുഭവിച്ചതുപോലെ തന്നെയാണ് എന്റെ വീട്ടിലും അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നതെന്ന് എനിക്ക് അറിയുകയില്ലായിരുന്നു. എന്നെ പോലുള്ള ഒരു വ്യക്തിനെയൊക്കെ വിവാഹം കഴിച്ച് എന്റെ വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് അവൾക്കും അതൊരു ജയിൽ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. അവൾക്കും എന്നെ ഡിവോഴ്സ് ചെയ്യണമെന്ന് തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോഴും അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? അവൾക്ക് എന്നെ ഡിവോഴ്സ് ഒക്കെ ചെയ്യണോ? അങ്ങനെ അവൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ നേരത്തെ അവൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ രീതിക്ക് തന്നെ അവളെ വിടുവാനായിട്ട് ഞാൻ ഒരുക്കമാണെന്നൊക്കെ സൗണ്ട് പറയുമ്പോഴത്തേക്കും ഒരു ദിവസം എല്ലാം ശരിയാകുന്നതായിരിക്കും, ഇന്നത്തെ കാലം നല്ലൊരു നാളെ ഉണ്ടാവും എന്ന രീതിക്കൊക്കെ ആയിരുന്നു അവൾ കഴിഞ്ഞ 3 വർഷമായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. നീയും അവളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവൾക്കും പിന്നീട് വേദനയൊന്നും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല, അല്ലെങ്കിൽ ആരാലും നിരാശപ്പെടുകയില്ല എന്നൊക്കെയാണ് അവൾ കരുതിയതും. അതുകൊണ്ടാണ് ഡിവോഴ്സ് ഒക്കെ വേണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹീജു പറയുമ്പോഴത്തേക്കും നേരത്തെ സൈൻ ലാംഗ്വേജിന്റെ ഒരു പേപ്പറൊക്കെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതിലെഴുതിയ കാര്യങ്ങളൊക്കെ അവനും ഓർത്തു നോക്കുകയാണ്. ഹീജുവിന് ആത്മാർത്ഥതയും ശ്രദ്ധയും മനസ്സിലാക്കലും സ്നേഹവും ഒക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. അവൾക്ക് അതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന അളവിൽ അതൊക്കെ തന്നെ കൊടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സയോണും അങ്ങനെ പറയുന്നത് കേട്ട് അതിശയം തോന്നിയിട്ടുണ്ടായിരുന്ന ഹീജു ആകട്ടെ, പണ്ട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റമൊക്കെ ഉണ്ടാകുവാനുള്ള കാരണമെന്നൊക്കെ ഹീജു ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഹീജുവിന്റെ ആഗ്രഹപ്രകാരം ആയിരുന്നില്ല ഈ ഒരു വിവാഹമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഹീജുവും അവൾക്ക് പോകണമെന്ന് എന്നോട് പറയുമെന്നൊക്കെ ആയിരുന്നു ഞാൻ കരുതിയത്. ആ ഒരു രീതിക്കായിരുന്നു അവളെ ഞാൻ കണ്ടിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ അവളും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന എന്ത് നേടിക്കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. ഞാനും അങ്ങനെ എന്റെ കയ്യിൽ നിന്നും എഫോർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ കാര്യമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഒരിക്കലും എന്നെ വിളിക്കുവാനായിട്ട് പാടില്ല. നീയും എനിക്ക് ആ ഒരു കാര്യമൊക്കെ വാക്ക് നൽകേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞ് സയോണും കോളൊക്കെ അവസാനിപ്പിക്കുന്നു. സയോന്റെ ഹീജുവിന്റെ അച്ഛന്മാര് ഗോൾഫൊക്കെ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പിന്നീട് പ്രാക്ടീസ് ഒക്കെ ചെയ്തതിന് ശേഷം സയോണ് നീ കൂടെ നിർത്തേണ്ടതായിട്ടുണ്ട്, അതിന് എന്ത് വില കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നീ അതിന് തയ്യാറാകണമെന്നൊക്കെ ഹീജുവിന്റെ അച്ഛൻ സയോന്റെ അച്ഛന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും നിന്റെ മൂത്ത മകളായിട്ടുള്ള ഇനേനെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരമൊക്കെ നിനക്ക് കിട്ടിയോ എന്ന് സയോന്റെ അച്ഛനും ഹീജുവിന്റെ അച്ഛന്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹീജുവിന്റെ അച്ഛനും ഇനേനെ കുറിച്ച് ഒന്നും തന്നെ അറിയിക്കുകയില്ല എന്ന രീതിക്കൊക്കെ നിൽക്കുന്നു. ഓഫീസിലുള്ള എല്ലാവരെയും കൂട്ടി ഒരു ട്രിപ്പും പ്രോഗ്രാമും ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ട്രിപ്പിന് പോകുന്ന ദിവസമൊക്കെ എത്തിയിരിക്കുകയാണ്. വഴിയിലായിട്ടൊരു വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടുകയാണ്. അതിലാകട്ടെ ഈ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സസ് വരെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ ലഞ്ച് ബോക്സ് ഒക്കെ ആരായിരിക്കും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നെന്നുള്ള ചിന്തയിലായിരുന്നു എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഹീജുവിനെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് സയോൺ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പക്ഷെ ഹീജുവിന് തന്നെയായിട്ട് ലഞ്ച് ബോക്സ് ഒന്നും തയ്യാറാക്കി കൊടുക്കുന്നത് അത്ര ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് അവൻ എല്ലാവർക്കും വേണ്ടിയുള്ള ലഞ്ച് ബോക്സ് ഒക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹീജുവും ഒരു സീറ്റിലൊക്കെ ഇരുന്നതിന് ശേഷം ബോൺബിനും ഹീജുവിന്റെ അടുത്തുള്ള സീറ്റിലൊക്കെ ഇരുന്നിട്ട് അവൾക്ക് കുടിക്കുവാനായിട്ട് കോഫിയും കൊടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന സയോണും ഇതേ സീറ്റിൽ ഇരിക്കണമെന്ന് വാശി പിടിച്ച്
നിൽക്കുകയാണ്. എനിക്ക് ബാക്കിലൊന്നും പോയി ഇരിക്കാനായിട്ട് സാധിക്കുകയില്ല. സോ ഫ്രണ്ടിലത്തെ സീറ്റ് തന്നെ വേണമെന്ന് അവൻ വാശി പിടിക്കുമ്പോഴത്തേക്കും ഇവരിയ്ക്കുന്നതിന് മുമ്പിലുള്ള സീറ്റൊക്കെ വോൺബിന് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ലഗേജ് ഒക്കെ വെച്ചതിന് ശേഷം വോൺബിന് ഇരിക്കുന്ന അതേ സീറ്റിൽ തന്നെ ഇരിക്കണമെന്ന് പറയുകയാണ് സയോണും. സോ വോൺബിന് മാറിക്കൊടുക്കുന്നു. പിന്നെ വോൺബിൻ കൊടുത്ത കോഫിയൊക്കെ വലിച്ചെറിഞ്ഞതിന് ശേഷം അവൾക്ക് കുടിക്കുവാനായിട്ട് ജ്യൂസ് കൊടുക്കുകയാണ് അവനും. ഓർഫനേജിലെ കുറച്ച് കുട്ടികളൊക്കെ മിസ്സിംഗ് ആയതിനെ കുറിച്ച് സംഗുവും യൂറിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. യൂറിയും ആ ഒരു വിവരമൊക്കെ പോലീസിനെ അറിയിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ പ്രൂഫോ അല്ലെങ്കിൽ സാക്ഷികളോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസും അതിനൊക്കെ അവഗണിച്ചു വിടുകയാണ്. മാത്രമല്ല, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഓർഫനേജിൽ ചെന്ന് അവിടുത്തെ കുട്ടികൾക്കൊക്കെ അത് നൽകുന്നു. ഒരു കുട്ടി യൂറിയുടെ അടുത്ത് വന്നിട്ട്, നീ സാങ്കുവിന്റെ ഗേൾഫ്രണ്ട് ആണോ? അങ്ങനെയാണെങ്കിൽ നീ തീർച്ചയായും ഇത് കണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സാങ്കുവിന്റെ ഫോട്ടോസ് ഒക്കെ അടങ്ങുന്ന ഒരു ആൽബം ഒക്കെ യൂറിക്കും കാണിച്ചു കൊടുക്കുകയാണ്. സാങ്കുവും യൂറിയുടെ കയ്യിൽ നിന്നും ആൽബം ഒക്കെ തട്ടി പറിക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഒക്കെ അവനും ശ്രദ്ധിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു അത്. സാങ്വുവും മൂന്ന് കുട്ടികളുടെ പേരും അവർക്ക് എന്താണ് ഇഷ്ടമെന്നും എടുത്തു പറഞ്ഞതിന് ശേഷം ഇവരായിരുന്നു മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്ന കുട്ടികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററും ശരിക്കും 3 കുട്ടികളായിരുന്നില്ല, മറിച്ച് 4 കുട്ടികളായിരുന്നു മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ട്വിൻ ബ്രദേഴ്സിനെയൊക്കെ കാണിച്ചിട്ട് അതിൽ ഒരു കുട്ടി കൂടി മിസ്സിംഗ് ആയിരുന്നു എന്നൊക്കെ സിസ്റ്ററും ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ഇന്ന് തന്നെ കാര്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞിട്ട് കിഡ്നാപ്പർക്കും ഒരു മെസ്സേജ് ഒക്കെ വരുന്നു. യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഹീജോം സയോണിന്റെ തോളിലേക്കൊക്കെ ഉറങ്ങി വീഴുന്നു. സയോണും അവളുടെ മുഖത്തേക്ക് സൂര്യപ്രകാശമൊന്നും അടിക്കാതിരിക്കുവാനായിട്ട് കൈകൊണ്ട് അതൊക്കെ തടയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു പെട്ടെന്ന് തന്നെ കാങ്ങിന്റെ ഫോണൊക്കെ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നത്. സോ കാങ്ങും ഇതൊന്നും തന്നെ കാണാതിരിക്കുവാനായിട്ട് ഹീജുനെ അവനും തട്ടി എണീപ്പിക്കുന്നുണ്ട്. കാങ്ങും വൈഫിന് വേണ്ടിയിട്ട് ചെറിയൊരു ലവ് സോങ് ഒക്കെ പാടിയിട്ട് അതിന്റെ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നത് സയോണും കാണുന്നു. സോ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാങ്ങിന്റെ അടുത്ത് സൺ ചോദിക്കുമ്പോഴത്തേക്കും കാങ്ങും അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. കാങ്ങിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കഴിഞ്ഞ ദിവസം വിവാഹം നടന്നതുപോലെയൊക്കെയാണ് കാങ്ങിനും തോന്നുന്നത്. എന്തായാലും അവളുടെ കൂടെയുള്ള സമയത്താണ് നമ്മൾ അവളെ സ്നേഹിക്കുന്നുണ്ടേ എന്നും അവളെ മിസ് ചെയ്യുന്നുണ്ടേ എന്നും അവളുടെ അടുത്ത് നന്ദി ഉണ്ടേ എന്നും ഒക്കെ പറയേണ്ടത്. അതല്ലാതെ ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുവാനാണെന്നൊക്കെ കാങ്ങും ചോദിക്കുന്നു. അടുത്തതായിട്ട് അവരും ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് സ്പോർട്സിന്റെ ഗെയിംസ് ഒക്കെ കളിക്കാമെന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. സ്പോക്സ് പേഴ്സൺസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ടീം, ഇന്റർപ്രറ്റേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ടീം, അങ്ങനത്തെ രീതിക്കൊക്കെ നമുക്ക് ഗെയിം കളിച്ചാലോ എന്ന് കാങ് ചോദിക്കുമ്പോഴത്തേക്കും വോൺബിനും ഹേജോന്റെ പേരായിട്ട് നിൽക്കുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞു വരുന്നു. പക്ഷെ സയോൺ അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുവാനായിട്ടല്ല നമ്മൾ ഈ ഗെയിം ഒക്കെ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് വേർതിരിവിന്റെ യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹേജോന്റെ ഒപ്പം ടീം കൂടുവാനായിട്ടാണ് അവനും ചെല്ലുന്നത്. അതുപോലെ തന്നെ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് എന്ത് സമ്മാനം വേണമെന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാമെന്ന് കൂടി സൗൺ പറയുകയാണ്. ആദ്യമായിട്ട് റോപ്പ് ജംപ് ചലഞ്ച് ആണ് നടത്തുന്നത്. അതില് റോപ്പൊക്കെ ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും. രണ്ടുപേര് ഇതിൽ ചാടിക്കൊണ്ടേയിരിക്കണം. സോ ആദ്യം ഒരാൾ വരണം, പിന്നീട് മറ്റൊരാൾ വരണം. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എത്ര തവണ കറക്റ്റ് ആയിട്ടൊക്കെ ചാടുന്നോ, അതായത് റോപ്പ് കാലിൽ തട്ടാതെ ചാടുന്നോ, അതനുസരിച്ചായിരിക്കും കൗണ്ട് ഒക്കെ വരിക. ആദ്യമായിട്ട് പാർക്കും മറ്റൊരു പെൺകുട്ടിയും കൂടിയാണ് ഇതൊക്കെ ചെയ്തു നോക്കുന്നത്. അവർക്കും നല്ലൊരു സ്കോർ ഒക്കെ കിട്ടുന്നു. രണ്ടാമതായിട്ട് സയോൺ ആയിരുന്നു ഞാൻ ആദ്യം പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിന് പോയിട്ടുണ്ടായിരുന്നത്. കുറെ തവണ റോപ്പൊക്കെ കറക്കി കഴിയുമ്പോഴത്തേക്കുമാണ് അവൻ ഓരോ ചാട്ടമൊക്കെ ചാടുന്നതെങ്കിൽ പോലും കറക്റ്റായിട്ട് ചാടുവാൻ സാധിക്കാതെ അവനും ഫെയിൽ ആയി പോകുന്നു. അടുത്ത റൗണ്ടിൽ പാർക്കും ആ പെൺകുട്ടിയും കൂടി ഒന്നിച്ച് സ്കോറൊക്കെ കൂടുതലായിട്ട് കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇത്തവണ ഞാൻ എന്റെ ട്രിക്കൊക്കെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു, ഞാൻ നന്നായി തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഹീജുവാണ് ആദ്യം പോകുവാനായിട്ട് തയ്യാറാകുന്നത്. അവളും ആ ഒരു റോപ്പിലൊക്കെ കൃത്യമായി തന്നെ ചാടുന്നുണ്ടെങ്കിൽ പോലും സയോണോട് കൂടി വരുവാനായിട്ട് പറയുമ്പോഴത്തേക്കും അവനും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. എങ്കിൽ പോലും ഹീജോന്റെ സപ്പോർട്ട് കാരണമാണ് അവനും ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.